رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول اقرأوا القرآن فإنه يأتي يوم القيامة شفيعا لأصحابه رواه مسلم. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇഖ്റഉൽ ഖുർആൻ, ജീവിതത്തിൽ നിങ്ങൾ ധാരാളം ഖുർആൻ ഓതി വെക്കണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ജീവിതത്തിൽ ധാരാളം ഖുർആൻ ഓതിയ വ്യക്തിക്ക് ഖുർആൻ നാളെ ആഖിറത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും റെക്കമെൻഡായിട്ട് ശുപാർശകനായി കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാരണം പ്രത്യേകിച്ച് റമദാൻ ഖുർആനിന്റെ മാസമാണ്. വിശുദ്ധ റമദാൻ കടന്നു വന്നിട്ട് ഒരു ഖത്ം ഖുർആൻ ഓതാൻ അറിയാമെന്നിരിക്കെ ഒരു ഖത്ം നമുക്ക് തീർക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഗുണം കെട്ടവരാണ്, ഭാഗ്യം കെട്ടവരാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വാർഷികമാണ് പരിശുദ്ധമായ റമദാൻ. റമദാനിന് ഇത്രത്തോളം പോരിശം വന്നത് തന്നെ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് കൊണ്ടാണ്. മാത്രമല്ല, പ്രവാചകൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഖുർആൻ ധാരാളം ഓതി വെച്ച് ഖുർആനിനെ ഒരു കൂട്ടുകാരനായി നെഞ്ചോട് നിങ്ങൾ ചേർത്ത് വെച്ചാൽ മരണസമയത്ത് കൂട്ടുകാരനാകുന്ന ഖുർആൻ നിങ്ങൾ ആശ്വസിപ്പിക്കാനുണ്ടാവും. ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്ന സമയം, ആത്മാവ് വിട്ടുപിരിയുന്ന സമയം, ആ സമയത്ത് ഖുർആൻ എന്ന കൂട്ടുകാരൻ നിങ്ങൾക്ക് സാന്ത്വനവുമായി നിങ്ങളുടെ തലയുടെ ഭാഗത്തുണ്ടാകും. നിങ്ങളെ മയ്യത്ത് ജനാസ വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ആകുലതയാണ്, ഇനി ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരില്ല. ഖുർആൻ ആശ്വസിപ്പിക്കാൻ ഖുർആൻ കൂടെ ഉണ്ടാകും. ഇനി പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിച്ചു, ജനാസ ഖബറിലേക്ക് എടുത്തു വെച്ചു. അള്ളാഹു എനിക്ക് നിർണയിക്കപ്പെട്ട ഖബറിന്റെ ആഴങ്ങളിലേക്ക് ജനാസ ഇറക്കി വെക്കുമ്പോൾ അവിടെയും ഏതൊരു മനുഷ്യനും ആകുലതയാണ്, നെടുവീർപ്പാണ്, പൊട്ടിക്കരച്ചിലാണ്. ആ സമയത്തും ഖുർആൻ സാന്ത്വനവുമായിട്ട് ആശ്വാസവുമായിട്ട് നിന്റെ കൂടെ ഉണ്ടാകും. ഇനി ആളുകൾ പലക വെച്ച് മണ്ണ് വാരി എറിയുമ്പോൾ നിനക്കൊരു ഏങ്ങലടിയാണ്, എന്നെ എല്ലാവരും ഈ കുഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ്. ആ സമയത്ത് ഖുർആൻ ആശ്വാസമായി നിന്റെ കൂടെ ഉണ്ടാകും. ഇനി ആളുകളെല്ലാം ദുആയും കഴിഞ്ഞ് തൽക്കീനും മോദി പിരിഞ്ഞു പോകുന്നൊരു ഘട്ടം ഏതൊരു മനുഷ്യനും അലറിക്കരയുന്ന സമയമാണ്. എന്നെ എല്ലാവരും മറന്നിട്ട് പോവുകയാണോ, ഈ കുഴിയിലാക്കിയിട്ട് ഇത്ര പെട്ടെന്നങ്ങ് പോവുകയാണ്, എൻ്റെ മക്കൾക്ക് എന്നെ ഇത്ര ആവശ്യമുള്ളായിരുന്നോ എന്ന് നെടുവീർപ്പെടുന്ന സമയത്തും ആശ്വസിപ്പിക്കാൻ മക്കളില്ല, ഭാര്യയില്ല, ബന്ധുക്കളില്ല, കൂട്ടുകാരില്ല, ആ സഹോദരങ്ങളില്ല, ആരുമില്ല. ആ സമയത്ത് ഖുർആൻ ആശ്വസിപ്പിക്കാനുണ്ടാകും. ഇനി മുൻകർ നക്കീർ വരുന്ന സമയം ഭീകരമായ രംഗമാണ്. മുൻകർ നക്കീറിനെ കണ്ടുമുട്ടുന്ന സമയം, ആ സമയത്ത് ഭയത്തിന്റെ മേൽ ഭയത്തിന്റെ ഘട്ടമാണ്. ആ സമയത്ത് ഖുർആൻ ആശ്വസിപ്പിക്കാൻ കൂട്ടുകാരനായി ഖുർആൻ കൂടെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഖബറിന്റെ ഓരോ ഭീതിതമായ അവസ്ഥകളിലും നിന്നെ രക്ഷപ്പെടുത്താൻ ഖുർആൻ കൂടെ ഉണ്ടാകും. ഇനി ഖബറിൽ നിന്നും നിനക്ക് നിർണയിക്കപ്പെട്ട വർഷങ്ങൾക്ക്, ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഖബറിൽ നിന്നും പുനർജീവിപ്പിച്ച് ആഖിറത്തിലേക്ക് കൊണ്ടുപോയി റബ്ബിന്റെ സവിധത്തിൽ നിർത്തുമ്പോഴും അള്ളാഹുവിനോട് വന്ന് പറയാൻ, റെക്കമെൻഡ് ചെയ്യാൻ കൂട്ടുകാരൻ നിന്റെ കൈപിടിച്ചുണ്ടാകും. അള്ളാഹുവേ, എൻ്റെ ആളാണ്, നേരിയ വിചാരണ മതി, നീ കൂടുതൽ അവനോട് തർക്കിക്കാൻ നിൽക്കരുത്, എൻ്റെ ആളാണ്, എന്നെ നെഞ്ചിലേറ്റിയ ആളാണ്. ഖുർആൻ കൂടെ ഉണ്ടാകും. അള്ളാഹുവിനോട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ
നിന്റെ കൂടെ ഖുർആൻ കൂട്ടുകാരനായിട്ടുണ്ടാകും. വിചാരണ വേളയിലുണ്ടാകും, നന്മതിന്മകൾ തൂക്കുന്ന വേളയിലുണ്ടാകും, സിറാത്ത് എന്ന് പറയുന്ന അതിഭീകരമായ കടമ്പയുടെ ഘട്ടത്തും ഈ കൂട്ടുകാരൻ നിന്റെ കൂടെയുണ്ടാകും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ഖുർആൻ. ഖുർആൻ ജീവിതത്തിൽ ധാരാളം, ഒട്ടും സമയമില്ലെങ്കിൽ ദിവസം ഒരു പേജിനെങ്കിലും, ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു പേജിനെങ്കിലും നീ മാറ്റിവെക്കണം. പ്രത്യേകിച്ച് സുബഹിന്റെ സമയത്ത് നീ മാറ്റിവെച്ചാൽ ഖുർആൻ നിന്റെ കൂട്ടുകാരനായിരിക്കും. നിന്റെ മക്കൾ കാണില്ല, ഈ ഘട്ടത്തിലൊന്നും നിന്റെ മക്കൾ കാണില്ല. നീ മക്കൾക്ക് വേണ്ടി, പലരും പറയാറുണ്ട് മക്കൾക്ക് വേണ്ടിയേ ജീവിക്കുന്നത്. മക്കൾ കാണില്ല, ഭാര്യ കാണില്ല, മാതാപിതാക്കൾ കാണില്ല, നീ നിന്റേതായി കൊണ്ടു നടന്നത് ആരും കാണത്തില്ല. പക്ഷേ നീ ദുനിയാവിൽ ഓതി വെച്ച ഖുർആൻ, ആ ഖുർആൻ നിന്നെ കൈ പിടിച്ചുകൊണ്ട് ആഖിറത്തിൽ നിന്നെ രക്ഷപ്പെട്ടു സ്വർഗത്തിൽ നിന്നെ കയറ്റി വിടുന്നത് വരെ, സ്വർഗത്തിലേക്ക് നിന്നെ കയറ്റി വിടുന്നത് വരെ ഖുർആൻ അള്ളാഹുവിന്റെ മുന്നിൽ റെക്കമെൻഡേഷനായി, കൂട്ടുകാരനായി നിന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ഖുർആൻ. ഖുർആൻ നിങ്ങൾ ധാരാളം ഓതി വെക്ക്. ജീവിതത്തിൽ ഓതി 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 നിങ്ങൾ അത് ധന്യരാക്കണം. കാരണം ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ കൈ പിടിക്കാൻ ഈ ഖുർആൻ ഉണ്ടാകും കൂട്ടുകാരനായിട്ട്. അല്ലാഹു ധാരാളം ഖുർആൻ ഓതുന്നവർ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനിന്റെ തണൽ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പുണ്യമാക്കപ്പെട്ട റമദാൻ ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഞങ്ങളുടെ കൂടെയുള്ളൂ തമ്പുരാനെ. നിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ തമ്പുരാനെ, പ്രതികൂലമാക്കല്ല റഹ്മാനെ. അർഹമുർ റഹീമായ